രാജു, ഇത് എത്ര സമയം എടുക്കും? ഇപ്പൊ പറയാം സാറേ. വർമ്മ സാറ്, വള ആരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിൽ അവരുടെ കാര്യം ഈ രമ്യ ഏറ്റു. പോലീസിനെയൊന്നും വിളിക്കണ്ട. വള എടുത്തത് ആരായാലും അവർ ഈ വീടിന്റെ ഗോഡൌണിൽ കെട്ടിയിടണം. പച്ച വെള്ളം കൊടുക്കാതെ ഇഞ്ചിഞ്ചായി കള്ളനെ ചതയ്ക്കണം. ഇനി ഞാൻ പറയുന്നത് വരെ ആരും ഒരു ശബ്ദവും ഉണ്ടാക്കരുത്. ഋതിക മേഡം, വള കിട്ടി. ഈ വള ഋതികയുടെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നേക്ക് ഇത് അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയണം. സർ, ഞാൻ പിടിക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന കേട്ടോണം, ഇല്ലെങ്കിൽ അറിയാലോ. മാഡം, വള കിട്ടി. എടി, എന്ത് പണിയടി നീ കാണിച്ചേ? വള മോഷ്ടിച്ചത് ആരാണെന്ന് വെറ്റിലെ തെളിയുന്നതിന് മുൻപ് തന്നെ നീ തടഞ്ഞു അല്ലേ? എന്താ അതിനർത്ഥം? എടി, നീ അല്ലേ വള എടുത്തത്? വള മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ വളയും കൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും തെരഞ്ഞിട്ട് കിട്ടാത്ത വള നീ തിരഞ്ഞപ്പോ മാത്രം എവിടുന്ന് കിട്ടിയിടി? അയ്യോ സത്യായിട്ടും വള ഞാനൊന്നും അല്ല എടുത്തത് അംബിക മാഡം. ഋതിക മാഡത്തിന്റെ റൂമിന്റെ പുറത്ത് വെച്ചിരുന്ന ചെടിച്ചട്ടിയുടെ പിന്നിൽ കിടക്കുമായിരുന്നു ഈ വള. നോണ പറയുന്നോടി. ദിവ്യ എന്തിനാ അടിക്കുന്നേ? എന്റെ മുറിയില് ടേബിളിൽ ഞാൻ വെച്ച വള എങ്ങനെ മുറിയുടെ പുറത്ത് വന്നു? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഋതുമോളുടെ മുറിയിലിരുന്ന വള ആരെങ്കിലും എടുക്കാതെ എങ്ങനെയാ മുറിയുടെ പുറത്ത് വരുന്നത്? വേണ്ടേച്ചി, ഇവളോട് ആരാ വള കയ്യിൽ നിന്ന് ഊരാൻ പറഞ്ഞത്? അതാദ്യം ചോദിക്ക്. വിവാഹം കഴിഞ്ഞ് വള കയ്യിൽ നിന്ന് ഊരാവുന്ന ശ്രീകലയും പരമേശ്വരനും അന്നേ പറഞ്ഞതാ. അവരുടെ വാക്കിനും കീഴ്വഴക്കങ്ങൾക്കും എന്തെങ്കിലും വില കൊടുത്തോ ഇവൾ? അല്ല, വള കയ്യിൽ നിന്ന് ഊരേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവളുടെ അശ്രദ്ധ കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചത്. അതിന്റെ യാതൊരു കൂസലുമില്ലാതെ ചേച്ചിയോട് നിന്ന് തർക്കുത്തരം പറയുന്നു. ഇവൾക്ക് കുറച്ച് ബോധം പോലും ഇല്ലേ? വർമ്മ സാറേ, അവരിങ്ങെത്ത സമയായി. ഈ സമയത്ത് ഒരു വഴക്ക് വേണ്ട. വള കിട്ടിയില്ലേ? വർമ്മ സാർ ചെന്ന് അല്പനേരം റെസ്റ്റ് എടുക്ക. ഋതിക മേഡം, പോറ്റിക്ക് ദക്ഷിണ കൊടുക്ക. എന്താ പോറ്റി? മോളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന തീരാത്ത പ്രശ്നങ്ങളുടെ ഒരു തിരമാല കൂട്ടമുണ്ട് അല്ലേ? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മോൾക്ക് ലഭിക്കും. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും മോൾക്ക് വന്നു ചേരും. വരുന്ന മഹാപൗർണമി ദിവസം പൂർണ്ണചന്ദ്രനെ കണ്ണെടുക്കാതെ നോക്കി നിന്നാൽ എല്ലാത്തിനുമുള്ള ഉത്തരം മോള് കാണും.
എന്തിനേറെ പറയാൻ, മനസ്സിൽ മോള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെപ്പോലും പൂർണ്ണചന്ദ്രനിൽ മോൾക്ക് തെളിഞ്ഞു കാണാനാവും. അങ്ങനെ തെളിയുന്ന മുഖം ആരുടേതായാലും യാതൊരു കാരണവശാലും ജീവിതത്തിൽ നിന്നും അവരെ അകലെയാക്കരുത്. മോൾക്ക് സന്തോഷവും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. നന്നായി വരും. ശരി പോറ്റി. ശരി രമ്യ മോളെ, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഋതികെ, കേട്ടില്ലേ? ഞാൻ അതല്ല ആലോചിക്കുന്നത്. പോറ്റി മഷി നോക്കിയ സമയത്തെ ദിവ്യ വന്നില്ലായിരുന്നെങ്കിൽ ആരാ എന്റെ വള എടുത്ത് മാറ്റിയതെന്ന് അറിയാൻ പറ്റുമായിരുന്നു. നല്ലൊരു ചാൻസാ മിസ്സായത്. ആ, അത് ശരി. രമ്യ, നമുക്ക് ഇറങ്ങാം. ഋതു, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശ്രീ. ശരി. അവര് വരാറായി. നമുക്ക് ഒരുക്കങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കാം. ശരി രാജു. ഋതു, വാ മോളെ, നമുക്ക് ഒരുങ്ങണ്ടേ? വാ. ഈ വിവാഹം നടന്ന എനിക്ക് അശ്വിന്റെ ഒപ്പം അമേരിക്കയിലേക്ക് പോവേണ്ടി വരും. പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല. വിവാഹ തീയതി നിശ്ചയിച്ച് പത്രിക വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങും. അച്ഛൻ വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കും. വീടിന് മുന്നിൽ വലിയ അലങ്കാര പന്തലൊരുങ്ങും. ദൂരെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തും. മന്ത്രി പ്രതാപവർമ്മയുടെ മകൾ ഋതിക വർമ്മയുടെ വിവാഹമാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും. അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമുണ്ടായെന്ന് വരില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നും അച്ഛനെ പിരിഞ്ഞ് ഈ മോൾക്ക് വീട്ടിൽ നിന്ന് എവിടേക്ക് പോവാനാവില്ലെന്നും അശ്വിനോടോ അശ്വിന്റെ വീട്ടുകാരോടോ അല്ല പറയേണ്ടത്. എന്റെ മനസ്സിലുള്ളത് അച്ഛനോട് തന്നെ തുറന്നു പറയണം. ഇനി എന്ത് വന്നാലും ശരി, വിവാഹ തീയതി നിശ്ചയിക്കുന്നതിന് മുൻപ് അച്ഛനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും. എന്റെ വിഷമം മനസ്സിലാക്കിയ അച്ഛൻ തന്നെ ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കും. ഈയിടെയായി അച്ഛൻ എന്റെ മനസ്സ് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യവും അച്ഛൻ മനസ്സിലാക്കും. മനസ്സിലാക്കില്ലേ? വാ ചേച്ചി, ഇരിക്ക്. അശ്വിൻ ഇരിക്ക്. രാജു, അച്ഛൻ സാർ ഇരിക്കും. അമ്മ ഇരിക്കും. അച്ഛാ, വർമ്മ എവിടെ? വർമ്മ സാറിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാറ് റെഡിയാവുന്നേ ഉള്ളൂ. പരമേശ്വരൻ സാറേ, ശുഭമുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. അദ്ദേഹം റെഡിയായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി തിരുമേനി. അച്ഛാ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. ആ, പറയൂ. അച്ഛനോട് ഈ കാര്യം വന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷെ
ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അച്ഛനോട് ഇത് ഞാൻ എപ്പോ പറയാനാ? അച്ഛൻ ഞാൻ പറയുന്നതും മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. നീ എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ഇങ്ങനെ ചുറ്റി വളച്ച എങ്ങനെയാ? അച്ഛാ, എനിക്ക് വിവാഹം വേണ്ട. ഈ വിവാഹം എന്നല്ല, എനിക്ക് ശരിക്കും വിവാഹം കഴിക്കാനേ ഇഷ്ടമല്ല. കാരണം വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലല്ലേ പെൺകുട്ടികളുടെ ജീവിതം. അങ്ങനൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛനെ പിരിയുന്നത് ഓർക്കും കൂടി. ഭാഗ്യം ലഭിക്കാത്ത ഒരു നിർഭാഗ്യവതിയായ മകളുടെ അപേക്ഷ ഇത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഹലോ ഹലോ, കേൾക്കുന്നില്ല? ഹലോ, എന്തായി, കിട്ടിയോടാ? കിട്ടിയമ്മേ. അവൾ പറയേണ്ടതൊക്കെ പറഞ്ഞു, പക്ഷേ കേൾക്കേണ്ടവർ കേട്ടില്ലല്ലോ. പാവം. ഇതുവരെ ഞാനെടുത്ത വീഡിയോസ് ഒന്നും വേണ്ടപ്പോ പ്രയോജനപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് പ്രയോജനപ്പെടും. നമുക്ക് നോക്കാടാ. ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാൻ ഇങ്ങനെ ചില ആയുധങ്ങൾ കയ്യിലുള്ളത് നല്ലതാടാ മോനെ. എന്തായാലും നീ താഴേക്ക് ചെല്ലേ. ചെല്ലേ. ഇന്ന് എന്റെ മകളുടെ വിവാഹ പത്രിക കുറിക്കുന്ന ചടങ്ങടക്കാൻ പോവാ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ തിരക്കിലായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ രാജുവിനെ വിളിച്ചാ മതി. ഓക്കെ പ്രതാപ, അശ്വിനും പാരന്റ്സും എത്തി. അവര് ഹാളിലുണ്ട്. നീ താഴേക്ക് വാ. ചേച്ചി, ഋതികയുടെ വിവാഹം മുന്നിൽ നിന്ന് ചേച്ചി വേണം നടത്താൻ. നീ ധൈര്യമായിട്ടിരിക്കും പ്രതാപ. ഒന്നിനും ഒരു കുറവും വരുത്താതെ ഈ ചേച്ചി നോക്കിക്കോളാം. പോരെ? കല്യാണ പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ വൈകി വരുന്നത് ശരിയാണോ? ചെക്കന്റെ അമ്മ നേരത്തെ വന്നിട്ട് പെണ്ണിന്റെ അച്ഛനെ കുറ്റം പറയുന്നത് ശരിയാണോടോ പരമേശ്വര? തിരുവായ്ക്ക് എതിർവായില്ലെന്നല്ലേ, അതുകൊണ്ട് തൽക്കാലം ഞാൻ മൗനം പാലിക്കുന്നു. ഒറ്റ ഉത്തരം കൊണ്ട് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തി. അതെനിക്ക് ഉറപ്പായി. അല്ല, എവിടെ എന്റെ ഋതുമോള്? ഋതുമോളെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ടൊരാ ചേച്ചി. അവളിറങ്ങി വരുവാമേ. എന്താ നടക്കാൻ പോകുന്നേന്ന് കാണാം. അമ്മ
അമ്മാവൻ അവള് പറഞ്ഞെല്ലാം കേട്ടെന്നോർത്ത് അവൾ ഇറങ്ങി വരും. അമ്മയുടെയും മോന്റെ സംസാരം കണ്ടാൽ അറിയാം എന്തോ പ്ലാൻ ചെയ്യാണെന്ന്. ഇന്ന് അവരുടെ ഒരു ഉദ്ദേശവും നടക്കരുത്. ചെറിയമ്മേ, അച്ഛൻ എന്തെങ്കിലും ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനൊന്നും അറിയാത്തത് പോലെ ഇരിക്കുന്നത് എന്താ? ജോത്സ്യരെ, എല്ലാം ശ്രീകലയും പരമേശ്വരനും പറയുന്നത് പോലെ 3 മാസത്തേക്കൊന്നും പോകാൻ നീട്ടിവെക്കേണ്ട കാര്യമില്ല. വലിയ ദോഷങ്ങളൊന്നുമില്ലാത്ത ഏറ്റവും അടുത്തുള്ള തീയതി നമുക്ക് നിശ്ചയിക്കാം. എന്തു പറയുന്നു? അങ്ങനെ ആവട്ടെ വർമ്മ സാറ്. ഇതെന്താ അച്ഛൻ ഞാൻ ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ പറയുന്ന? പത്രിക ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി വർമ്മ സാറിന്റെയും ഭാര്യയുടെയും പേരെഴുതി ചേർക്കണം. അതിവിടെ നേരിട്ട് ചോദിച്ചിട്ട് മതിയെന്നാണ് പരമേശ്വരൻ സാർ പറഞ്ഞത്. കന്യാദാനം നൽകുന്ന ആളുകളുടെ പേരല്ലേ ജോത്സ്യൻ ഉദ്ദേശിച്ചത്? അതെ. അവിടെ എന്റെ അനിയന്റെയും ഭാര്യ യാമിനിയുടെയും പേരെഴുതിക്കൊള്ളു. ശേഖരവർമ്മ, യാമിനി വർമ്മ. അല്ല, വധുവിന്റെ പിതാവ് ജീവിച്ചിരിക്കെ അങ്ങനെ എഴുതുന്നത് ശരിയാണോ? എഴുതാൻ പാടില്ലെന്നുണ്ടോ ജോത്സ്യരെ? എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ വർമ്മ സാറ്. ജഗദീശ്വര.